വീട്ടിലെ പ്രസവവും അതേ തുടർന്നുള്ള മരണങ്ങളുമാണല്ലോ ഇപ്പോഴത്തെ ഒരു ചർച്ചാ വിഷയം. അക്യുപങ്ചർ വഴി പ്രസവിച്ചവരിൽ മുസ്ലിങ്ങളല്ലാത്ത ഒരൊറ്റ സ്ത്രീ പോലും ഇന്നേ വരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇനി റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തതാണോ അല്ലെങ്കിൽ ന്യൂസിൽ വരാത്തതാണോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും ഓൾമോസ്റ്റ് ആ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തന്നെയാണ്. എന്നാൽ തന്നെയും ഇത് ശാസ്ത്രീയമല്ല, മതപരമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനകത്ത് തന്നെയുള്ള ഒരുപാട് ആളുകൾ ഇതിനെ തള്ളുന്നുണ്ട്. അതും ശരിക്കും ആശാവഹമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എനിക്കിപ്പോ പറയാനുള്ളത് ചാനലുകാരുടെ കണ്ടന്റ് ഉണ്ടാക്കുന്ന തിരക്കിൽ വന്നുപെടുന്ന ചില ഇരട്ടത്താപ്പുകളെ കുറിച്ചിട്ടാണ്. റിപ്പോർട്ടർ TV റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ 5 വർഷത്തിനിടെ വീട്ടിൽ പ്രസവിച്ച 2 അമ്മമാർക്കും 18 കുട്ടികൾക്കും ജീവൻ നഷ്ടമായി. അശാസ്ത്രീയമായ വീട്ടിലെ പ്രസവത്തിന് പ്രചാരണമേറുന്നു എന്ന് പറഞ്ഞിട്ടാണ്. ഇതേ റിപ്പോർട്ടർ TV ആണ് വീട്ടിൽ പ്രസവിച്ചിട്ട് ആ കുട്ടിക്ക് ജനന സർട്ടിഫിക്കറ്റ് നൽകിയില്ല എന്നും പറഞ്ഞുകൊണ്ട് സർക്കാരിനെതിരെ അവരെയും പൊക്കിക്കൊണ്ട് രംഗത്ത് വന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതും അക്യുപഞ്ചർ തന്നെ ആയിരുന്നു. ഭർത്താവായിരുന്നു കത്രയല്ല ബ്ലേഡ് മേടിച്ചിട്ട് വന്നിട്ട് മുറിച്ചത് എന്നൊക്കെ പച്ചയായിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്ത അതേ ആൾക്കാർ പറയുകയാണ് അത് അശാസ്ത്രീയമാണ്, അത് ഭയങ്കരമായിട്ട് കൂടുന്നു, അത് ചെയ്യാൻ പാടില്ല. പിന്നെ എന്തിനായിരുന്നു നിങ്ങൾ അത് പ്രൊമോട്ട് ചെയ്തത്? അതുപോലെ തന്നെ മാതൃഭൂമി ചാനൽ അവരിപ്പോ പറയുന്നത് കുഞ്ഞ് ജനിക്കേണ്ടത് സുരക്ഷിത കരങ്ങളിൽ, പ്രസവം ആശുപത്രിയിൽ തന്നെ വേണം, ഇവയാണ് കാരണങ്ങൾ എന്നും പറഞ്ഞുകൊണ്ട് ലേഖനം എഴുതി വിട്ടിരിക്കുകയാണ്. അതുപോലെ റീൽസ് വരുന്നു, വീഡിയോസ് വരുന്നു. ഇവര് തന്നെ വീട്ടിൽ പ്രസവിച്ച ദമ്പതികളെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യുന്ന വീഡിയോ ഞാൻ തന്നെ പലവട്ടം കണ്ടിട്ടുണ്ട്. സത്യത്തിൽ പച്ച മലയാളത്തിൽ അല്ലെങ്കിൽ സർക്കാസ്റ്റിക് ആയിട്ട് ചോദിക്കേണ്ടത് ഹൗ മെനി ഡാഡീസ് യു ഹാവ് എന്നാണ്. മനുഷ്യനായാൽ നിലപാടെന്ന് പറയുന്നത് ഒന്നായിരിക്കണം. അശാസ്ത്രീയമായ കാര്യങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുക, നിയമങ്ങൾ അനുസരിക്കാൻ, നിയമങ്ങൾ എന്താണെന്നുള്ള ബോധത്തോടൊപ്പം അതനുസരിക്കുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആളുകളോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക, അറിയാത്ത ആളുകളെ പഠിപ്പിക്കുക. ഇതല്ലേ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം? അല്ലാതെ അശാസ്ത്രീയത പ്രചരിപ്പിച്ച് കണ്ടന്റ് ഉണ്ടാക്കി മതങ്ങളെ തമ്മിലടിപ്പിച്ച് ഒരു സമയത്ത് അതിനെതിരെ ഒരു കാര്യം വരുമ്പോ അതും പൊക്കിപ്പിടിച്ച് എന്ത് പരിപാടിയോടോ? നിലപാട് എന്ന് പറയുന്ന ഒരു സാധനം അരികത്തൂടെയെങ്കിലും പോയിട്ടുണ്ടോ നിങ്ങളുടെ? അല്പം ഉളുപ്പ്.